ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിദ്യാലയങ്ങളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീലും പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും നടന്നു. നിരവധി പേർ പരിസ്ഥിതി ദിന പരിപാടികളിൽ പങ്കാളികളായി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിദ്യാലയങ്ങളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീലും പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും നടന്നു. നിരവധി പേരാണ് പരിസ്ഥിതി ദിന പരിപാടികളിൽ പങ്കാളികളായത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. അടിമാലി GHS ഹെഡ്മിസ്ട്രസ് ശോഭന KV സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജൈവ വൈവിധ്യ കൺവീനർ ജോണി CV അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ വൃക്ഷത്തൈ വിതരണവും പരിസ്ഥിതി സന്ദേശവും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി ആൻഡ് റിസോഴ്സ് പേഴ്സണും വനമിത്ര, പരിസ്ഥിതി മിത്ര, ജൈവമിത്ര, വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ അവാർഡ് ജേതാവുമായ K. ബുൾബേന്ദ്രൻ നിർവഹിച്ചു. ഗ്രീൻ കെയർ കേരള ജില്ലാ പ്രസിഡന്റ് ആൻഡ് റിസോഴ്സ് പേഴ്സണും വനബന്ധു അവാർഡ് ജേതാവുമായ സുരേന്ദ്രൻ KI PT അധ്യാപകൻ വൃക്ഷത്തൈ നടീൽ കർമ്മം നിർവഹിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, അനധ്യാപകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ വിതരണവും നടീൽ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപ അധ്യക്ഷയായ യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിന്ധു KS കുട്ടികൾക്ക് വൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു സമൂഹത്തിലൊരു പ്രശ്നം തന്നെ നമുക്കറിയാം. ഈ നമ്മൾ വനങ്ങളൊന്നും സംരക്ഷിക്കാതെ ഒരു ഉരുളുപൊട്ടലും വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈ വനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ആരും അതൊരു ശ്രദ്ധയായിട്ട് എടുക്കുന്നില്ല. PTA പ്രസിഡന്റ് ജോബി ഈരൂരിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. കാതറിൻ മേരി ജോമോൻ പരിസ്ഥിതി സന്ദേശം നൽകി. ആശംസകൾ അർപ്പിച്ച് സിസ്റ്റർ ഡിന, സിസ്റ്റർ റോസ്ബെൽ, അമൽ ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വളപ്പിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വൃക്ഷത്തൈകളും നട്ടു. കേരള കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. CMP ജില്ലാ സെക്രട്ടറി KA കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കേരള കർഷക ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ 1000 ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയാണ്. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് അടിമാലിയിലെ കൃഷിക്കാരും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുന്നത്. ലോകത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കർഷക ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭവുമായി കേരള കർഷക ഫെഡറേഷൻ ആളുകളെ പരിസ്ഥിതി ബോധവൽക്കരണവും അതുപോലെ തന്നെ വിത്തുകൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. TA അനുരാജ്, KG പ്രസന്നകുമാർ, KS മൊയ്തു, ബൈജു കീരിക്കാടൻ, KV വിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള NGO യൂണിയൻ അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ പരിപാടി നടത്തി. ഏരിയ തല പരിസ്ഥിതി ദിനാചരണം അടിമാലി വില്ലേജ് ഓഫീസ് പരിസരത്ത് നടത്തി. ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD ഷാജി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 എന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും അധികം സാമൂഹ്യ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന സർക്കാർ രംഗത്തെ ജീവനക്കാരുടെ ഏറ്റവും വലിയ സമരസംഘടനയായ NGO യൂണിയൻ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് അടിമാലി വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലേതുപോലെ തന്നെ സമൂഹത്തെ ബാധിക്കുന്ന ഏറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ലോകത്തിന് നൽകുന്ന സന്ദേശം ഈ പരിസ്ഥിതി ദിനത്തിലും NGO യൂണിയൻ ആവർത്തിച്ചിരിക്കുകയാണ്. NGO യൂണിയൻ്റെ എല്ലാ യൂണിറ്റുകളിലും ഇതുപോലുള്ള വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം ബഹുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നടത്തിയത്. ഏരിയ പ്രസിഡന്റ് SG ഷിലുമോൻ സ്വാഗതവും ഏരിയ സെക്രട്ടറി ബിജിമോൾ BN കൃതജ്ഞതയും രേഖപ്പെടുത്തിയ പരിപാടിയിൽ അടിമാലി വില്ലേജ് ഓഫീസർ ബിജു, യൂണിയൻ ജോയിന്റ് സെക്രട്ടറിമാരായ ഡിബിൻ എൽദോസ്, ജസ്റ്റിൻ ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോൺ C ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. മരം ഒരു വരം അടിമാലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ മരം ഒരു വരമായ ദിനത്തിൽ പ്ലാവ് നട്ട് ആദരിക്കുന്നു. ഈ ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അടിമാലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ അകമഴിഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഈ മരത്തൈ ഇവിടെ നടുവാൻ ആഗ്രഹിക്കുന്നു.
ബോർഡ് മെമ്പർമാരായ അനസ് കോയാൻ, KM ബോസ്, ഷേർലി ക്രിസ്റ്റി, ബാങ്ക് സെക്രട്ടറി മോബി പ്രസ്റ്റീജ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷീബ റോയ്, ഗിരീഷ്, അനൂപ് തോപ്പിൽ, മനു കറുമുള്ളേൽ, അലൻ മാപ്പാനിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ വേൾഡ് എൻവയോൺമെന്റ് ഡേ ദിനാചരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടിയിലും വൃക്ഷത്തൈ വിതരണവും നടന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗങ്ങൾ കുറയ്ക്കുവാൻ ശ്രമിക്കുക. അതുതന്നെ നിങ്ങളെല്ലാവരും ഈ പരിസരത്തിൽ നിങ്ങൾ ഇനിഷ്യേറ്റീവായിട്ട് എടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടുകളിൽ അനാവശ്യമായി ഉപയോഗിക്കുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളത്. വീട്ടിലേക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് വേണ്ട, നമ്മുടെ നാടിനും നമ്മുടെ ഭൂമിക്കും അത് ഗുണകരമല്ല എന്ന് തിരിച്ചറിയപ്പെടണം. അവർക്ക് ബോധവൽക്കരണം നൽകേണ്ട ഉത്തരവാദിത്വം നിങ്ങളിലൂടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, കൃഷി ഓഫീസർ സിജി MA, സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ, പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ, ഫാദർ ലിൻഡോ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൃക്ഷത്തൈ നടിയിലും പരിസ്ഥിതി ദിന പ്രതിജ്ഞാ പരിപാടിയും നടത്തി. ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽദോസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ കൂടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് മരമൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. മഴത്തൊക്കെ നല്ല ചൂടാവും. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് AC ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ക്ലോറോ കാർബൺസ് ഒക്കെ എമിറ്റ് ചെയ്യുമ്പോൾ ഓസോൺ ലെയർ നന്നായിട്ട് ഡിപ്ലീറ്റ് ആവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ മരമൊക്കെ നട്ട് കൂടുതൽ ഓക്സിജൻ ലെയർ ഉണ്ടാക്കുക. ഹെൽത്ത് ഇൻസ്പെക്ടർ SG ഷിലുമോൻ വിഷയാവതരണവും ശാലിനി S നായർ പരിസ്ഥിതി പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്ത യോഗത്തിൽ PHN മിനിമോൾ സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ ഷാജിദ കൃതജ്ഞതയും രേഖപ്പെടുത്തി. കട്ടപ്പന നഗരസഭയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരസഭയിൽ ചെയർപേഴ്സൺ ബീന ടോമി വൃക്ഷത്തൈ നട്ടുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. അതുപോലെ തന്നെ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കൂടെ ചെന്ന എല്ലാവരും ഓരോ മരത്തൈകൾ നട്ട് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം നടത്തണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദിനാചരണത്തിൽ നഗരസഭ സെക്രട്ടറി R മണികണ്ഠൻ, വൈസ് ചെയർമാൻ KJ ബെന്നി, കൌൺസിലർമാരായ ജോയി അനിത്തോട്ടം, മനോജ് മുരളി, സിജു ചക്കുമൂട്ടിൽ, തങ്കച്ചൻ പുരിയിടം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി കളക്ടറേറ്റിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവർ ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിൽ ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കിയും അനാവശ്യമായി മരങ്ങൾ മുറിക്കാതെയും വരും തലമുറയ്ക്ക് മാതൃക കാട്ടണമെന്ന് കളക്ടർ പറഞ്ഞു. പരിസ്ഥിതി സ്നേഹം ഒരു ദിവസത്തെ ആഘോഷം മാത്രമായി ചുരുക്കാതെ എപ്പോഴും പ്രകൃതിയോട് കരുതൽ കാട്ടണമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം മാത്രമല്ല നമ്മൾ പരിസ്ഥിതിയെ ആലോചിക്കേണ്ടത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട്. ഒരു ദിവസം നമ്മൾ മരം തൊട്ടുകൊണ്ട് നമ്മുടെ കടമ ഇവിടെ തീരുകയല്ല. ഇനിയുള്ള ലൈഫ് സ്റ്റൈൽ മൊത്തം ഈ പരിസ്ഥിതിക്ക് ഒരു ആഘാതം ഏൽപ്പിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും അശ്രാന്തമായി പരിശ്രമിക്കേണ്ടത്. കളക്ടറേറ്റിലെ ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 സമുചിതമായി ആഘോഷിച്ചു. ഹെഡ് മാസ്റ്റർ ദിലീപ് കുമാർ CS സ്വാഗതം ആശംസിച്ചു. അടിമാലി HDFC ബാങ്ക് സ്പോൺസർ ചെയ്ത റംബുട്ടാൻ, പേര, മാവ് തുടങ്ങിയ ഹൈബ്രിഡ് ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും പരിസ്ഥിതി ആശംസകൾ നേരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ ഭൂമി വളരെയധികം പ്രതിസന്ധി. നമ്മുടെ പഞ്ചായത്ത് പോലും മാലിന്യങ്ങളാൽ ഏറ്റവും കൂടുതൽ മോശമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഞ്ചായത്ത് പോലും നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള പോരായ്മ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിരവധി ഡെയിലി ഏകദേശം 5 ടണ്ണോളം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പഞ്ചായത്തിലേക്ക് മറ്റുമായി കളക്ട് ചെയ്യപ്പെടുന്നത്.
VHSS പ്രിൻസിപ്പൽ അജി MS പരിസ്ഥിതി സന്ദേശം നൽകി. SPC NSS സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂളിന് ചുറ്റും വിവിധയിനം വൃക്ഷത്തൈകൾ നട്ടു. അഭീഷ് C നന്ദി രേഖപ്പെടുത്തി. പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ക്വിസ് മത്സരം, പോസ്റ്റർ രചനാ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് ഹെഡ്മാസ്റ്റർ ദിലീപ് കുമാർ CS സമ്മാനദാനം നിർവഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് CPO ബിനു K നേതൃത്വം നൽകി. പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. മരത്തൈ നടുകയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണ റാലി, പോസ്റ്റർ നിർമ്മാണം, പരിസ്ഥിതി ദിന കവിത ചൊല്ലൽ എന്നിവയും സംഘടിപ്പിച്ചു. കുട്ടികളുടെ വീടുകളിലെ ഉപയോഗിച്ചു തീർന്ന പേന സ്കൂളിൽ കൊണ്ടുവരികയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കുട്ടികളിൽ നിന്നും വാങ്ങി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനായി ശേഖരിക്കുകയും ചെയ്തു. സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം വിരമിച്ച അധ്യാപിക സുജാത സ്കൂളിലേക്ക് ആവശ്യമായ ഗ്രോ ബാഗുകൾ വിതരണം നടത്തി. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ PK ബിജു നേതൃത്വം നൽകി. മരം 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 ഇനി ഒരുമിച്ച് പറഞ്ഞേ, മരം ഒരു വരം, മരം ഒരു വരം. അപ്പോൾ മരങ്ങൾ നമ്മുടെ പ്രാണനാണ്. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സതീഷ് KV സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെയും തോക്കുപാറ കൃഷിഭവന്റെയും NSS SPC JRC എക്കോ ക്ലബ്ബ് എന്നിവരുടെയും നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. PTA പ്രസിഡന്റ് സാഗർ CC അധ്യക്ഷത വഹിച്ച യോഗത്തിൽ HM ഇൻചാർജ് പ്രിജി PP സ്വാഗതം ആശംസിച്ചു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സ്വപ്ന സജിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. പള്ളിവാസൽ കൃഷി ഓഫീസർ ബെന്നി വർഗീസ് കുട്ടികൾക്ക് തൈ വിതരണം നടത്തുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയൻ PL പ്രോഗ്രാമിൽ നന്ദി രേഖപ്പെടുത്തി. പരിസ്ഥിതി ദിന സന്ദേശം നൽകുന്ന പ്രതിജ്ഞ, നൃത്താവിഷ്കാരം, മൈം, പരിസ്ഥിതി ഗാനം തുടങ്ങിയ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. പരിസ്ഥിതി ദിനത്തിൽ മറയൂർ സബ് ഡിവിഷൻ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് മരത്തൈകൾ നട്ടു. മറയൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ പൊതുപ്രവർത്തകൻ PS ശശികുമാറിന്റെ അധ്യക്ഷതയിൽ മറയൂർ ചന്ദന ഡിവിഷൻ DFO MG വിനോദ് കുമാർ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ആളുകൾ പരിസ്ഥിതിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ദിവസത്തിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ലോകം അറിയാൻ നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാലാവസ്ഥ മാറ്റത്തെയും അതുപോലെ മറ്റ് ധാരാളം പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിസ്ഥിതിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്ന പോസ്റ്റ് ഓഫീസ് പരിസരം സാമൂഹ്യവിരുദ്ധരുടെ സ്ഥലമായി മാറിയിരുന്നു. ഇതേ തുടർന്നാണ് ശുചീകരണത്തിന്റെ ഭാഗമായി മറയൂർ പഞ്ചായത്തും സാമൂഹ്യാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ശുചീകരിച്ച് നൽകി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൈകളും നട്ടു. പോസ്റ്റ് മാസ്റ്റർ ചാക്കോച്ചൻ, പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരായ മണിമാറൻ, മറയൂർ CPI ലോക്കൽ സെക്രട്ടറി രാജേന്ദ്രൻ, റേഞ്ച് ഓഫീസർമാർ, മറ്റു പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, അടിമാലി.